എല്ലാവർക്കും ന്യൂയക്കൻ ചാനലിൽ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. അതിനു മുമ്പേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് തുടർച്ചയായി കാണാൻ കഴിയും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് വെറും സിമ്പിൾ റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങാണ്, പിന്നെ വെളിച്ചെണ്ണ വേണം, പിന്നെ ചിലപ്പോൾ ഉപ്പ് കൂടി വേണം. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം. ആദ്യം നമുക്ക് ഈ പൊട്ടാറ്റോയുടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമ്മളിത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് മാറ്റി വെക്കേണ്ട, അതിന് പകരം വെള്ളത്തിലോട്ടിട്ട് കുറച്ച് നേരം അത് വെക്കാം. കാര്യൻ്റെ സ്റ്റാർച്ചൊക്കെ ഇളകാൻ വേണ്ടിയാണ് നമുക്ക് വെള്ളത്തിലിടും. അതുപോലെ തന്നെ ബാക്കിയും തൊലി കളഞ്ഞ് നമുക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ വശവും താഴ്വശവും ലെവലിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ 3 2 എടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ബാക്കിയും ചെറിയ ചെറിയ പീസുകളാക്കുക. അതിനുശേഷം ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ഇടണം. ഇതിൻ്റെ സ്റ്റാർച്ച് ഇളകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമുക്ക് വെള്ളത്തിലിടാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് കഴുകിയെടുക്കാം. സ്റ്റാർച്ചൊക്കെ ഇളകി വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇനി കഴുകണം. ഒരു 3 റൗണ്ടെങ്കിലും കഴുകണം. നമ്മളിതിൽ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കിഴങ്ങ് പൊട്ടാറ്റോ അതായത് എടുത്തിടണം അതിലോട്ട്. അതുവരെ നമുക്ക് ഗ്യാസിലെ വെള്ളം ചൂടിയാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം ഇതേ പരുവാകാവുള്ളൂ. ചെറിയ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കിഴങ്ങാണ്, അത് നമുക്ക് ഇടാം. ഇതിനി ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാം. ഒത്തിരി വേകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വേകാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെക്കണം. എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതാണ് ഞാൻ 5 മിനിറ്റ് തന്നെ ഗ്യാസ് വെച്ചിട്ട് ചൂടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ വെള്ളം തിളച്ച പാടി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് വെച്ചാൽ മതിയായിരുന്നു. നമുക്കിനി ഇത് 5 മിനിറ്റത്തേക്ക് വെക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഉപ്പിടാം. കിഴങ്ങാകുമ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിക്കും, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്ന സാധനമാണ് കിഴങ്ങെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് സ്റ്റാർച്ചൊക്കെ ഇളകി വരുന്നൊരു ടൈമാകും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് 5 മിനിറ്റത്തേക്ക് വയ്ക്കും. ഇതേപോലെ മാറി ഇതിവിടെ ചെറിയ സ്റ്റാർച്ച് ഇളകുന്നതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അപ്പോഴത്തേക്കും, അതായത് ചെറുതായിട്ട് വെന്തെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യും. നമുക്കിത് കോഴി മാറ്റാം. ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞെടുക്കണം. ഞാൻ പാത്രത്തിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ വെച്ചതാണ്. അതായത് നമുക്ക് ഉണങ്ങിയ തുണി മതി. എന്നിട്ട് ഇതിലെ ജലാംശമൊക്കെ നമുക്കിനി ആ തുണി കൊണ്ട് തുടച്ച് മാറ്റണം, അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് തുടയ്ക്കണം. വേണം നമുക്ക് എല്ലാത്തിലും ഇടാം. നമുക്കിനി ടിഷ്യൂ കൊണ്ട് ഇതിൽ വെള്ളം പെയ്യെ ഒപ്പിയെടുക്കാം. അത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളമയമൊക്കെ ഇപ്പം ജലാംശമൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങെല്ലാം ഇവിടെ ജലാംശമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇനിയില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കണം. ചൂടെ നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ചൂടാൻ തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ആ പൊട്ടറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയും കൂടി ഇതേമാതിരി ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.